ഇത് നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങിച്ചത് മഞ്ഞക്കൂരിയും കൊഞ്ചുമാണ്. മഞ്ഞക്കൂരി നമ്മൾ പുളിമുളകും കറിയാണ് വെക്കുന്നത്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നന്നായിട്ട് തേച്ചൊരച്ച് ക്ലീൻ ചെയ്തെടുക്കുക. കുറച്ച് നേരം ഞാൻ പോയി ചെടിയും പൂവൊക്കെ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് 10-15 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, 2-3 തണ്ട് കറിവേപ്പില, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പുളി, ഇതെല്ലാമാണ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിക്കുക, ഉലുവ പൊട്ടിക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉലുവ പൊട്ടിക്കുന്നത് മീൻ കറിക്ക്. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്. നേരം താണ്ടെ പുറത്ത് നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമല്ലേ ചൂട് സമയത്ത് മഴ പെയ്യുന്നത്. ഞാൻ കുറച്ച് നേരം പോയി നോക്കി നിന്നു. അതിനുശേഷം പിന്നെയും പാചകത്തിലേക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ നേരം കൊണ്ട് മറ്റൊരു ചട്ടി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഓഫ് ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കുക. ഇപ്പം എന്താണ്ട് ഉള്ളിയും പുളിയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ മൂപ്പിച്ച് വെച്ച മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1.5 കപ്പ് ചൂടുവെള്ളവും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം എന്താണ്ട് അതെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മീനും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ മീൻ എല്ലായിടത്തും ഒന്ന് അരപ്പൊക്കെ എത്തുന്ന രീതിയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറക്കുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് ചുറ്റിച്ച് വെച്ച് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. തേങ്ങാപ്പാലിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും, കുറുകി വരും. അപ്പം നന്നായിട്ട് മീനൊക്കെ വെന്ത് തേങ്ങാപ്പാലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.